ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റിസിയസ് ഹെവൻലി മാത്സ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ +2 ക്ലാസ്സിൻ്റെ മാത്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തത്. ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്നോട് അറിയിക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ആൻഡ് ഇഫ് യു ഡു ലൈക്ക് മൈ വീഡിയോ, please do subscribe my channel and press the bell icon for further notifications. Thank you. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോംഡ് ബൈ y is equal to a sin x plus b cos x plus c where a and b are arbitrary constants is dash. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ആണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണെന്നുള്ളത്. ഓക്കെ, ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ എത്രയാണോ, അതായത് അതിന്റെ പവർ എത്രയാണോ, അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെയും ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ തന്നെയാണ്, പക്ഷേ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ തന്നിട്ട് അത് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വെയർ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി ആർ ആർബിട്രറി കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പോൾ അതുമാണ് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റുകൾ ഉണ്ടോ അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി ആർ ആർബിട്രറി കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. 2 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ y is equal to a sin x plus b cos x plus c എന്ന് പറയുന്നത് സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആൻഡ് കേരള സിലബസിന്റെ ആൻസർ കീ ചെക്ക് ചെയ്തപ്പോൾ 2 or 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് എഴുതുന്ന കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ ജനറലി അതായത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടോ അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം 2 ആണ് വരുന്നത്. ആൻഡ് നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ sec square x tan y dx plus sec square y tan x dy is equal to 0 എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അഡിഷൻ ആണ്. 2 പാർട്ട് അഡിഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ നോക്കുമ്പോൾ രണ്ടിലും ഒരേ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് അല്ല ഉള്ളത്. രണ്ടിലും എക്സും വൈയും അല്ല മറ്റേതിൽ വൈയും എക്സും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പം ഓരോ പാർട്ടിനെയും സെയിം വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ sec square x tan y dx plus sec square y tan x dy is equal to 0 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിന്നും tan y അതായത് എക്സിന്റെ ടേം ഇല്ലാത്ത ആ ഒരു ടേമിനെ എനിക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ tan y എന്ന് പറയുന്ന ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ആൻഡ് എൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുമ്പോൾ tan എക്സിനെയാണ് എനിക്ക് അതിൽ നിന്ന് മാറ്റേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ tan x ഇൻറ്റു tan y എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ട് ഈ ഫുൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് sec square x by tan x dx plus sec square y by tan y dy is equal to 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡി എക്സ് ഡി വൈ അങ്ങനെയുള്ള ടേംസ് എല്ലാം മാറണം. അതായത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 സൈഡിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, ഇതേ ഒരു സാധനം നമ്മൾ 4th പ്രോബ്ലത്തിന്റെ എ പാർട്ടിൽ നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. sec square x by tan x എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ലോഗ് tan x പ്ലസ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? അതായത് ഏതോ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് tan x പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയത് ഇതാണ്, sec square x by tan x dx എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ കിട്ടിയ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തിരുന്ന ഇന്റഗ്രേഷൻ പാർട്ട് എന്തായിരുന്നു? ലോഗ് tan x പ്ലസ് സി എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മുടെ
ഇവിടുത്തെയും ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ ഈസ് ഈക്വൽ ടു ലോഗ് സി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കൺസിഡർ ചെയ്യുക. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന പാർട്ട് കൺസിഡർ ചെയ്താൽ ഈ ടാൻ എക്സിന് പകരം ഞാൻ യു എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്കിതിനെ ഇന്റഗ്രൽ 1/u എന്ന് എഴുതാം. സീക് സ്ക്വയർ എക്സ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സീക് സ്ക്വയർ എക്സ് ഡി എക്സിന് എന്തെന്ന് എഴുതാൻ പറ്റും? ഡി യു എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇന്റഗ്രൽ 1/u ഡി യു എന്ന് വരും. ആൻഡ് അതിന്റെ ഉത്തരം എന്താണ്? ലോഗ് യു എന്നാണ്. ലോഗ് യു പ്ലസ് സി എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. കേരള സിലബസിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നമുക്ക് താഴോട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് അങ്ങനെയുള്ളതൊക്കെ മുകളിലെ ഓരോ ആൻസേഴ്സ് ആയിട്ട് വരേണ്ട രീതിയിൽ ആയിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ കൂൾ ഓഫ് ടൈമിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഇനി എനിക്ക് ഇതിനെ മൊത്തത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈസ് ഈക്വൽ ടു ലോഗ് സി. അതായത് നമുക്കറിയാം എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഇൻറ്റു ബി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. രണ്ട് സൈഡിൽ നിന്നും ഞാൻ ലോഗരിതം ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടും ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈസ് ഈക്വൽ ടു സി എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇത് ഇത്രയും ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മുടെ റിയൽ ലൈഫിലുള്ള പ്രോബ്ലംസിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു മോസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതേപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ആ മെത്തേഡാണ് നമുക്ക് +2 ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർമുലേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഡിസിഷൻ വേരിയബിൾസ് ഓഫ് ദ പ്രോബ്ലംസ് ആർ നോട്ടഡ്. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നും ഡിസിഷൻ വേരിയബിൾസ്, ആ പേരിൽ തന്നെ ഉണ്ട് ഡിസിഷൻ, തീരുമാനം എടുക്കുന്ന. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് എന്ന് വിളിക്കുക. ആൻഡ് നമുക്ക് ആ വേരിയബിൾസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവർക്കറിയാം എക്സ് വൈ ഇങ്ങനെയുള്ള വേരിയബിൾസ് ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സ്റ്റെപ്പ് 2 ഈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ടു ബി ഒപ്റ്റിമൈസ്ഡ് ആസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ഡിസിഷൻ വേരിയബിൾസ്. ഈ ഒരു തന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത ഡിസിഷൻ വേരിയബിൾസിനെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആക്കി എഴുതിക്കൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം ആൻഡ് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസേഷൻ മീൻസ് ഉദ്ദേശിക്കുന്നത് അതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ അതോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് formulate the constraints as linear inequalities in terms of decision variables. ഈ നമ്മൾ നോട്ട് ചെയ്ത ഡിസിഷൻ വേരിയബിൾസിന്റെ ടേംസിൽ നമ്മൾ ലീനിയർ ഇനിക്വാളിറ്റീസിനെ ഫോർമുലേറ്റ് ചെയ്യണം. അതിനെയായിരിക്കും നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ്, ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും വിട്ടുപോകുന്ന സ്റ്റെപ്പാണ്, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ആഡ് നോൺ നെഗറ്റീവ് കോൺസ്ട്രെയിൻസ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, കൺസിഡർ ഈച്ച് ഇനിക്വാലിറ്റി കൺസ്ട്രെയിന്റ് ആസ് എൻ ഇക്വേഷൻ. നമ്മൾ +1 ക്ലാസ്സിൽ ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്ന പാഠത്തിൽ ഇന്നിക്വാലിറ്റീസ് തന്നിരുന്നാൽ അതിനെ ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം എക്സ് വാല്യൂ 0 കൊടുത്ത് വൈ വാല്യൂ കണ്ടുപിടിച്ച്, വൈ വാല്യൂ 0 കൊടുത്ത് എക്സ് വാല്യൂ കണ്ടുപിടിച്ച്, അങ്ങനെ 2 കോർഡിനേറ്റ്സിനെ കിട്ടി. ഈ 2 കോർഡിനേറ്റ്സിനെയും നമ്മൾ ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാറുണ്ടായിരുന്നു. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്ലോട്ട് ഈച്ച് ഇക്വേഷൻ ഓൺ ദ ഗ്രാഫ് ആസ് ഈച്ച് will geometrically represent a straight line. And the third is mark the region. അതായത് നമ്മൾ അവിടെ അങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ള ഇന്നിക്വാളിറ്റി അനുസരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ താഴോട്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ ലൈനിൽ നിന്ന് മുകളിലോട്ട്, അങ്ങനെ നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു. ഷെയ്ഡ് ചെയ്തതിന് ശേഷം കോമൺ ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. ദാറ്റ് കോമൺ റീജിയൻ ഈസ് നോൺ ആസ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇനി ഈ ഒരു ഫീസിബിൾ റീജിയനെ
കോർണർ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഈ കോർണർ പോയിന്റ്സിന്റെ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ മാക്സിമം ആയിട്ടുള്ള, അതായത് ഇസഡിന്റെ വാല്യൂ മാക്സിമം ആവുന്ന ഒരു പോയിന്റും ഇസഡിന്റെ വാല്യൂ മിനിമം ആകുന്ന പോയിന്റ്സും ഉണ്ടായിരിക്കും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഫാക്ടറി പ്രൊഡ്യൂസസ് 3 ഐറ്റംസ് പി, ക്യൂ ആൻഡ് ആർ അറ്റ് 2 പ്ലാന്റ്സ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. രണ്ട് പ്രൊഡക്ഷൻ പ്ലാന്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ഐറ്റംസ് ആണ് പി, ക്യൂ ആൻഡ് ആർ. ആൻഡ് നമുക്ക് അതിന്റെ നമ്പർ ഓഫ് ഐറ്റംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ അവർ തന്നിട്ടുണ്ട്, ടാബുലേറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിസൈർഡ് ടു പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 500 ഐറ്റംസ് ഓഫ് ടൈപ്പ് പി, at least 400 items of type Q and at least 300 items of type R per day. ഓരോ ദിവസവും മിനിമം പി എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ 500 ഐറ്റംസ് എങ്കിലും ഉണ്ടായിരിക്കണം, ആൻഡ് ക്യൂ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ 400 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം, ആർ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ 300 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. ആൻഡ് അവർ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് എ മാക്സിമൈസേഷൻ കേസ് ഓർ എ മിനിമൈസേഷൻ കേസ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, കൺസ്ട്രെയിൻസ് എന്താണ്, എന്താണ് മാക്സിമൈസേഷൻ, എന്താണ് മിനിമൈസേഷൻ, എല്ലാം നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, എനിക്ക് 2 പ്ലാൻസ് ഉണ്ട്, 3 പ്രോഡക്ട്സ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരേ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, 2 പ്രൊഡക്ഷൻ പ്ലാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഓരോ പ്രൊഡക്ഷൻ പ്ലാന്റിന്റെയും കേസ് എഴുതാൻ പാടില്ല. എഴുതുമ്പോൾ 2 പ്രൊഡക്ഷൻ പ്ലാന്റിന്റെയും കൂടെ ചേർത്ത് വേണം എഴുതാൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എയും ബിയും എന്ന് പറയുന്ന 2 പ്രൊഡക്ഷൻ പ്ലാന്റ്സിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പി എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ, ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ് എ എന്നും വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ് ബി എന്നും എടുത്താൽ എനിക്ക് എന്തെഴുതാൻ പറ്റും, 20x പ്ലസ് 30y. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് എത്ര വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 500 വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമം 500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടാം. സോ എനിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 500 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്യൂവിന്റെ കേസിൽ എങ്ങനെ എഴുതാൻ പറ്റും, 15x പ്ലസ് 12y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 400 ആൻഡ് 25x പ്ലസ് 23y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊരു മാക്സിമൈസേഷൻ കേസാണോ മിനിമൈസേഷൻ കേസ് എന്നാണോ, അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തിരിച്ചറിയാം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുക, കുറയ്ക്കാനേ ശ്രമിക്കാറുള്ളൂ. ഒരിക്കലും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂട്ടാൻ ഒരു കമ്പനിയും ആഗ്രഹിക്കില്ല, അല്ലേ? പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലോ അതിനെ പ്രോഫിറ്റ് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാമോ അത്രത്തോളം ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് പകരം പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേസിനെ മാക്സിമൈസേഷൻ കേസ് എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് എ മിനിമൈസേഷൻ കേസ്. ഇപ്പൊ അങ്ങനെ കണ്ടിട്ട് മനസ്സിലാവാത്തവരെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കൺസ്ട്രെയിൻസ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഗ്രാഫ് വരച്ചു നോക്കുക. ഗ്രാഫ് വരച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മിനിമൈസേഷൻ കേസ് എന്ന് പറയാൻ പറ്റും. അൺബൗണ്ടഡ് മീൻസ് അതിന്റെ സൈഡ്സ് ആ ഫീസിബിൾ റീജിയന്റെ ഫുൾ ബൗണ്ടറീസ് ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് മിനിമൈസേഷൻ കേസും, ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമൈസേഷൻ കേസും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യനിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ് എ, വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ് ബി ആണ്. ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് മാക്സിമൈസേഷൻ എന്ന് എഴുതാമായിരുന്നു. അതൊക്കെ നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസിൽ ഇങ്ങനെ ഒരു സംഭവം തരുമ്പോൾ അതിനെ എന്താണ് മിനിമൈസേഷൻ ചെയ്യാനാണോ മാക്സിമൈസേഷൻ ചെയ്യാനോ അത് നമുക്ക് നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണ്, അതുകൊണ്ട് മിനിമൈസേഷൻ കേസ് ആണ് എന്ന രീതിയിലും പറയാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എഴുതാനാണ്. മിനിമൈസേഷൻ കേസ് ആയതുകൊണ്ട് ഞാൻ മിനിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു, അപ്പം നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത് എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് മിനിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ 1000x പ്ലസ് 800y ആണ് എനിക്ക് ഇസഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്.
20x plus 30y greater than or equal to 500, 15x plus 12y greater than or equal to 400, 25x plus 23y greater than or equal to 300, and last add non-negative constraints x, y greater than or equal to 0. അപ്പോൾ നമ്മൾ നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക്. ദ ഫംഗ്ഷൻ capital P is defined as to each person on the earth is assigned a date of birth. Is this function 1 1 give reason എന്നാണ് ചോദിച്ചത്. അതായത് ഈ ലോകത്തുള്ള ഓരോ ആൾക്കാരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ കാരണം പറയുക, അല്ലെങ്കിലും കാരണം പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കാം 1 1 ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ആ പേരിൽ തന്നെ ഉണ്ട് ഒന്നിനൊന്ന്. അതായത് ഒരു ഫംഗ്ഷന്റെ ഡൊമെയിനിലുള്ള ഒരു എലമെന്റിന് ആ ഫംഗ്ഷന്റെ റേഞ്ചിൽ ഒരേ ഒരാളോട് മാത്രമേ റിലേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എർത്തിലുള്ള ഓരോ ആൾക്കാർക്കും ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് 1 1 ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. എർത്തിലുള്ള ഓരോ ആൾക്കാരുടെയും ബർത്ത്ഡേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് 1 1 എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം? പി ഈസ് നോട്ട് 1 1. കാരണം എന്താണ്? ഡിഫറെൻറ്റ് പേഴ്സൺസ് ഹാവ് സെയിം ബർത്ത്ഡേ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് അപ്പോൾ 1 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഞാനതവിടെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് ഫ്രം എ സെറ്റ് കണ്ടെയ്നിങ് 2 elements ടു എ സെറ്റ് കണ്ടെയ്നിങ് 3 elements എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒരു സെറ്റിൽ 2 elements ഉള്ള ഒരു സെറ്റിൽ നിന്നും 3 elements ഉള്ള ഒരു സെറ്റിലേക്കുള്ള 1 1 ഫംഗ്ഷൻസിന്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് മാത്തമാറ്റിക്കലി പറയാം. m എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്നും n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് m ഗ്രേറ്റർ ദാൻ n, അതായത് ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം സെക്കൻഡ് സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ 1 1 ഫംഗ്ഷൻസ് ഇല്ല. There aren't any 1 1 functions. Okay, and രണ്ടാമത്തെ കണ്ടീഷൻ ഇഫ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഒന്നെങ്കിൽ ആ രണ്ട് സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ ആവുകയോ അല്ലെങ്കിൽ ഒന്നാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റ്സിനേക്കാൾ കുറവാവുകയോ ചെയ്താൽ നമുക്ക് n ഫാക്ടോറിയൽ ബൈ n മൈനസ് m ഫാക്ടോറിയൽ 1 1 ഫംഗ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? എമ്മിന്റെ വാല്യൂ 2ഉം എന്നിന്റെ വാല്യൂ 3യുമാണ്. 2 ലെസ് ദാൻ 3 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പം നമുക്ക് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 എന്നാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ 0 pi by 2 to r given by f of x is equal to sin x and g from closed interval 0 pi by 2 to r given by g of x is equal to cos x. That means നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, sin x and cos x. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് എഫും ജിയും 1 1 ഫംഗ്ഷൻസ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 1 ഫംഗ്ഷൻ എന്താണെന്നും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ. അതായത് ആ ഫംഗ്ഷന്റെ ഡൊമൈനിലുള്ള ഓരോ എലമെന്റ്സിനും അതിൻ്റെ റേഞ്ചിലേക്ക് ഓരോ റിലേഷൻസേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കലി അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ എഫ് ഓഫ് x1ന്റെ വാല്യൂം എഫ് ഓഫ് x2ന്റെ വാല്യൂം ഈക്വൽ ആണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 ആണെന്ന് നമുക്ക് തെളിയിച്ചാൽ മതി. നമുക്കിവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യത്തെ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാണ്. എൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ്. അപ്പോൾ ഞാൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവിടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? സൈൻ x1 ഈസ് ഈക്വൽ ടു സൈൻ x2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും സൈനിൻ്റെ ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ എനിക്ക് x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എന്താണ്? എഫ് എന്ന് പറയുന്നത് 1 1 ഫംഗ്ഷൻ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ഞാൻ സെക്കൻഡ് ജി ഓഫ് എക്സിനെ എനിക്ക് ചെക്ക് ചെയ്യണം. ജി ഓഫ് എക്സിൻ്റെ
പകരം ഞാൻ വാല്യൂ കൊടുത്തു g of x1 is equal to g of x2 and I get cos x1 is equal to cos x2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഞാൻ ഇൻവേഴ്സ് ഓഫ് cos അപ്ലൈ ചെയ്യുമ്പോൾ I get x1 is equal to x2. That means g is also 1 1. Okay. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്താണ് പറയുന്നത്? ഈസ് എഫ് പ്ലസ് ജി ഈസ് 1 1. വൈ? എഫ് പ്ലസ് ജി 1 1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫ് പ്ലസ് ജി ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 1 ആണോ എന്നാണ്. അപ്പം ഞാൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഓഫ് എക്സ് ടു എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് വൺ പ്ലസ് കോസ് എക്സ് വൺ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ടു പ്ലസ് കോസ് എക്സ് ടു എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഞാൻ സൈൻ്റെ വാല്യൂസ് എല്ലാം ഒന്നിച്ചു കൊണ്ടുവരിക, കോസിൻ്റെ വാല്യൂസ് എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്ന എന്താണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ആൻസർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ കോസ് എ മൈനസ് കോസ് ബി അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ്റെ പോക്ക് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നമുക്ക് ഒരിക്കലും എക്സ് വൺ ഇസിക്കൽ ടു എക്സ് ടു എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് ജി ഈസ് നോട്ട് 1 1 ഫംഗ്ഷൻ. ഓക്കെ, വെറുതെ ചെയ്ത് നമ്മൾ സമയം കളയരുത്. എവിടെ വെച്ച് നമുക്ക് അങ്ങനെ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴേ അവിടെ അത് 1 1 അല്ല എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, capital B is equal to cos inverse 1 minus x square by 1 plus x square, capital C is equal to tan inverse 2x by 1 minus x square, satisfies the condition 3a minus 4b plus 2c is equal to pi by 3. Find the value of x. ഓക്കെ, നമുക്ക് എക്കും ബിക്കും സിക്കും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, വാല്യൂസ് തന്നിട്ടുണ്ട്. ആ ഒരു എയും ബിയും സിയും ഈ സ്പെസിഫിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുകളിലുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ എക്സിന് പകരം ഞാൻ ഏത് വാല്യൂ കൊടുത്താൽ എനിക്ക് അതിനെ മറ്റൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആക്കി എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പം ഞാൻ എക്സിന് പകരം ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 tan theta by 1 plus tan square theta, മറ്റെടുത്ത് 1 minus tan square theta by 1 plus tan square theta and 2 tan theta by 1 minus tan square theta ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നിങ്ങൾ എക്സിന് പകരം ടാൻ തീറ്റ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. ആൻഡ് അങ്ങനെയാണെങ്കിൽ എൻ്റെ എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 tan തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 തീറ്റ ആണ് ലാസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേപോലെ കോസിന് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് b is equal to cos inverse 1 minus x square by 1 plus x square, എക്സിന് പകരം tan തീറ്റ കൊടുക്കുമ്പോൾ cos inverse 1 minus tan square theta by 1 plus tan square theta is equal to cos inverse cos 2 theta is equal to 2 theta. ഓക്കെ, ഇതെല്ലാം നമ്മൾ +1 മാത്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ, കോസ് 2 തീറ്റയുടെ ഇക്വേഷൻ ഇങ്ങനെയുള്ളത്. ഇനി സിക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 2x by 1 minus x സ്ക്വയറിന് ടാൻ ഇൻവേഴ്സ് 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടും കിട്ടും. അത് ടാൻ 2 തീറ്റയുടെ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് 2 തീറ്റ എന്നാണ് കിട്ടുന്നത്. ഇനി എക്കും ബിക്കും സിക്കും കിട്ടിയ ഈ വാല്യൂസിനെ ഞാൻ നമ്മുടെ കണ്ടീഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 3a minus 4b plus 2c is equal to pi by 3 becomes 3 into 2 theta minus 4 into 2 theta plus 2 into 2 theta is equal to pi by 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 3 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 6. ഓക്കെ, അപ്പോൾ ഞാൻ തീറ്റയ്ക്ക് പകരം പൈ ബൈ 6 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ പൈ ബൈ 6 എന്ന് പറയുന്നത് എനിക്ക് 1/√3 ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് ഷോൺ ബിലോ. നമുക്ക് താഴെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിലുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് എഴുതണം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യുക. ആൻഡ് ദ തേർഡ് ഈസ് ആ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾ ആ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റ്സിനെയും നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് തന്നെയാണ്. എക്സിന്റെ വാല്യൂ 0 ആയപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 തന്നെയാണ്. ആൻഡ് എക്സിന്റെ വാല്യൂ 0യേക്കാൾ ചെറുതായപ്പോൾ
എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ എന്നാണ്. എഫ് ഓഫ് എക്സിനെ നമുക്ക് വൈ എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മുടെ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ആ തന്നിരിക്കുന്ന ഗ്രാഫ് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സിൽ ഇത്രയും ആ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യുക. ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ we can say that function is continuous. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് 0യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണ്. ഞാൻ അതിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് 0 ആസ് ദി ആൻസർ. ആൻഡ് നെക്സ്റ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എക്സ് സ്ക്വയർ. അതായത് എക്സിന്റെ വാല്യൂ 0യേക്കാൾ ചെറുതാകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 0 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ സി പാർട്ട് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനാണ്. ആൻഡ് എന്താണ് ഇപ്പൊ എനിക്ക് കണ്ടിന്യൂസ് എന്ന് കിട്ടിയ പോയിന്റ് ഏതാണോ ആ ഒരു പോയിന്റിൽ തന്നെയുള്ള ഡിഫറൻഷ്യബിലിറ്റി ആണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് എഫ് ഡാഷ് ഓഫ് സീറോയുടെ ഇക്വേഷൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച്. ആൻഡ് നമുക്ക് സീറോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അറിയാം ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ആൻഡ് നമുക്ക് അപ്പോൾ അവിടെ പറയാൻ പറ്റും എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്യൂബോയിഡ് വിത്ത് എ സ്ക്വയർ ബേസ് ആൻഡ് ഗിവൺ വോളിയം വി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. നമുക്കൊരു ക്യൂബോയിഡ് തന്നിട്ടുണ്ട് ആൻഡ് എക്സ്പ്രസ് ദ സർഫസ് ഏരിയ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഷോ ദാറ്റ് ദ സർഫസ് ഏരിയ ഇസ് മിനിമം വെൻ ഇറ്റ് ഈസ് എ ക്യൂബ്. അപ്പോൾ ക്യൂബോയിഡും ക്യൂബും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. ക്യൂബിനെ സംബന്ധിച്ച് നമുക്കറിയാം അതിൻ്റെ 6 ഫേസസും സ്ക്വയേഴ്സ് ആയിരിക്കും. ക്യൂബോയിഡിന്റെ കേസിൽ അതിൻ്റെ 4 ഫേസസ് റെക്ടാങ്കിൾസും ബേസ് 2 ഫേസസ് ആയിരിക്കും സ്ക്വയേഴ്സ് ആയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ക്യൂബോയിഡിന്റെ 6 ഫേസസും സ്ക്വയേഴ്സ് ആകുമ്പോൾ ആയിരിക്കും അതിന്റെ സർഫസ് ഏരിയ മിനിമം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് ആ തന്നിരിക്കുന്ന ക്യൂബോയിഡ് ഒരു ക്യൂബ് ആകുമ്പോഴായിരിക്കും അതിന്റെ സർഫസ് ഏരിയ മിനിമം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ ഞാനിവിടെ എക്സ് എന്ന് പറയുന്നത് ബേസ് ആയിട്ടും വൈ എന്ന് പറയുന്നത് ഹൈറ്റ് ആയിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സർഫസ് ഏരിയ പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? 4 റെക്ടാങ്കുലർ ഫേസസും 2 സ്ക്വയർ ഫേസസുമാണുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് റെക്ടാങ്കിളുടെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ മൊത്തം 4 ഫേസസിന് 4xy ഉണ്ടായിരിക്കും. ആൻഡ് സ്ക്വയറിൻ്റെത് നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ്, അതായത് എക്സ് സ്ക്വയർ, അങ്ങനെ 2 ഫേസസ് ആകുമ്പോൾ 2x² ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സർഫസിന്റെ ഏരിയസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു 2x + 4xy എന്നായിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് എക്സ്പ്രസ് ദ സർഫസ് ഏരിയ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ x² ഇൻറ്റു വൈ വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു v ബൈ x². ഓക്കെ, ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്കിനി താഴോട്ടുള്ള ഡെറിവേഷന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ആൻഡ് ഞാൻ ഈ വൈയുടെ വാല്യൂവിനെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനിക്ക് എസിനെ കിട്ടുന്നത് 2x² + 4v ബൈ എക്സ് എന്നാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ വൈയുടെ ടേംസ് ഒഴിവാക്കാനുള്ളൊരു വഴിയാണ് ഇപ്പോൾ ചെയ്തത്. എസ് ഈസ് ഈക്വൽ ടു 2x² + 4v ബൈ എക്സ് എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് കുഴപ്പമില്ല, നമുക്ക് ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട് വോളിയം വി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ മിനിമം ആവുന്നത് അത് ക്യൂബ് ആകുമ്പോഴാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കത് മാത്തമാറ്റിക്കലി നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സർഫസ് ഏരിയയുടെ എക്സിൽ ഉള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ ds/dx ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടും 4x - 4b/x². അതിനെ ഞാൻ തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് d²s/dx² ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് 4 + 8b/x³ എന്നാണ് കിട്ടുന്നത്. അതിനെ ഞാൻ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ മിനിമം ആവുന്നത് എപ്പോഴാണ്? അതിന്റെ ഡെറിവേറ്റീവ് 0 ആവുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ds/dx ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 4x - 4b/x² ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 4x ഈസ് ഈക്വൽ ടു 4b/x², വിച്ച് ഇംപ്ലൈസ് 4x³ ഈസ് ഈക്വൽ ടു 4b, which implies x³ is equal to v and we get x is equal to cube root of v. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ മിനിമം പോയിന്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് കൊടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് d²s/dx² ഈസ് ഈക്വൽ ടു 4 + 8v/v ഈസ് ഈക്വൽ ടു 12 എന്നാണ് കിട്ടുന്നത്. ഈ 12 എന്ന് പറയുന്ന വാല്യൂ 0യേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് x ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് v ഈസ് ദ പോയിന്റ് ഓഫ് മിനിമം. ഓക്കെ, height is equal to y is equal to v/x² is equal to x³ is equal to x. ഈ x എന്ന് പറയുന്നത് നമ്മുടെ ബേസ് തന്നെയാണ്. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ദ ക്യൂബോയിഡ് വിത്ത് മിനിമം സർഫസ് ഏരിയ ഈസ് എ ക്യൂബ്. So we are moving to the last question of this video, 12th question. If 2x + 4 is equal to a into 2x + 3 + b, find capital A and capital B. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ എന്താണ്, നമുക്കറിയാം എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള ഒരേപോലുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം? 2x + 4 ഈസ് ഈക്വൽ ടു 2ax + 3a + b. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് a ഈസ് ഈക്വൽ ടു 1 എന്നും b ഈസ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, ആൻഡ് എൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് യൂസിങ് പാർട്ട് എ. ഞാൻ നേരത്തെ പറഞ്ഞു കേരള സിലബസിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. നമുക്ക് താഴോട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുകളിലേക്കുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ആൻഡ് യൂസിങ് പാർട്ട് എ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2x + 4 ഡിവൈഡഡ് ബൈ x² + 3x + 1 dx. അപ്പോൾ ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻ, കാരണം അതിൽ പറഞ്ഞിട്ടുണ്ട് യൂസിങ് പാർട്ട് എ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആദ്യം നിങ്ങൾ ആലോചിക്കുക. അവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2x + 4നെ ഏത് രീതിയിലേക്ക് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? a into 2x + 3 + b എന്ന് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എയെ നമ്മൾ 1 എന്നും b നെ 1 എന്നും കണ്ടുപിടിച്ചു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് എഴുതി നോക്കിയാൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 2x + 3 + 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എൻ്റെ ആൻസറിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്റഗ്രൽ 2x + 4 by x² + 3x + 1 dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x + 3 ഡിവൈഡഡ് ബൈ x² + 3x + 1 dx പ്ലസ് ഇന്റഗ്രൽ 1 by x² + 3x + 1 dx. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, എൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. അതായത് x² + 3x + 1 എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് 2x + 3 × dx എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ x² + 3x + 1 പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇന്റഗ്രൽ 1/u du എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് ലോഗ് മോഡ് u + c. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന് പകരം ലോഗ് മോഡ് x² + 3x + 1 എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ സെക്കൻഡ് പാർട്ട് നോക്കുമ്പോൾ അറിയാം, ഇന്റഗ്രൽ 1/x² + 3x + 1 dx എന്നാണ്. സോ ഞാൻ എൻ്റെ ഡിനോമിനേറ്ററിൽ തന്നിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ മിഡിൽ ടേം ആരാണ്? 3x ആണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് 3 ആണ്. 3യുടെ പകുതി എന്ന് പറയുന്നത് 3/2 ആണ്. 3/2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9/4 ആണ്. ഈ 9/4 ഞാൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ്
എനിക്ക് കിട്ടുന്നത് ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 പ്ലസ് ഇൻറ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 9/4 എനിക്ക് എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്നും മൈനസ് 9/4 പ്ലസ് 1 മൈനസ് √5/2 ദ ഹോൾ സ്ക്വയർ എന്നും എഴുതാൻ പറ്റും. നമ്മുടെ ഇക്വേഷന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഇന്റഗ്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ടിനെ നമ്മൾ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 പ്ലസ് 1/√5, അതായത് 1/2a എന്ന് പറയുന്നത് ചെയ്തപ്പോൾ കിട്ടിയതാണ് 1/2√5 എന്ന് പറയുന്നത്. ലോഗ് എക്സ് പ്ലസ് 3/2 മൈനസ് √5/2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3/2 പ്ലസ് √5/2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 പ്ലസ് 1/√5 ലോഗ് 2x പ്ലസ് 3 മൈനസ് √5 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 3 പ്ലസ് √5 പ്ലസ് സി.